ഹായ് ഓൾ, ഇന്ന് നമ്മൾ CMA USA പാർട്ട് 2 ഒരു പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സെക്ഷൻ ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ നിങ്ങളിപ്പം CMA USA പാർട്ട് 2 പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ച ടോപ്പിക്കാണ്. റേഷ്യോസ് എന്താണ്, ലിക്വിഡിറ്റി റേഷ്യോ എന്താണ്, സോൾവൻസി റേഷ്യോ എന്താണ്, ലെവറേജ് റേഷ്യോസ് എന്താണ്, ആക്ടിവിറ്റി റേഷ്യോസ്, ഇങ്ങനെ ഒരുപാട് റേഷ്യോസിനെ പറ്റി നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചതാണ്. സോ പഠിച്ചതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ചിലപ്പം റേഷ്യോസ് പഠിക്കുന്നതായിരിക്കും. എളുപ്പം എന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലും പഠിച്ച സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് പൊടി തട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ പഠിച്ച ആൾക്കാർ കേട്ടോ. ആൻഡ് ആ റേഷ്യോസ് അങ്ങനെയാണെങ്കിൽ സെക്ഷൻ എന്ന് ഒന്നുമില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്ഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. കാരണം ഈ ഒരു സെക്ഷൻ്റെ അകത്താണ് ടൈം വാല്യൂ ഓഫ് മണീന്റെ ബേസിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിലാണ് ഭയങ്കര ലൈക്ക് അധികം ടൈമൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ്റെ അകത്തുള്ളത്. ഓക്കെ, സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു സെക്ഷനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങുക. കാരണം ഇതിലെ ബേസിക്സ്, ടൈം വാല്യൂവിന്റെ ബേസിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെക്ഷൻ ബിന്റെ അകത്തേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ എന്താ പറയുന്നത്, ലൈക്ക് ഇത് ഒരു ഇഷ്ടത്തോടെ കാണുക ഈ ഒരു സെക്ഷനെ. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു സെക്ഷൻ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആരായിട്ട് ചിന്തിക്കണം എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മളൊരു ഫൈനാൻസ് മാനേജർ ആയിട്ടാണ് ചിന്തിക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന, ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു ഫിനാൻസ് മാനേജർ ആയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം കമ്പനീസിന്റെ അടുത്തൊക്കെ ഉള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഈ ലിമിറ്റഡ് റിസോഴ്സസ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലാണ്, എവിടെയൊക്കെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടാന്നാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ഫുള്ളായിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ ഫൈനാൻസ് മാനേജർ ഓരോ പ്രൊജക്ട്സും പ്രൊഡക്ട്സും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുക എന്നാണ് തിരിച്ചറിയേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാൻ വേണ്ടി പറ്റും, നമ്മളുടെ അടുത്തുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ്, ആ അസറ്റ് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും കൂടുതൽ ഇൻഫ്ലോ വരില്ലേ. സോ അങ്ങനെ ഒരു അസറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ പിന്നെ എന്താവാം, ഒരു പുതിയ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവാം, അല്ലെ, ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതും നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഓരോ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ. സോ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് കമ്പനിക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷൻ്റെ അകത്ത് പഠിക്കുന്നത്. സോ ഇതിനകത്ത് രണ്ട് അപ്രോച്ചാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ഇൻക്രിമെന്റൽ അപ്രോച്ച്, ഒന്ന് ഡിഫറൻഷ്യൽ അപ്രോച്ച്. ഇൻക്രിമെന്റൽ പേരെന്താണ്, ഇൻക്രിമെന്റൽ, അഡീഷണൽ. ഒരു പ്രൊജക്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണലി വരുന്ന ഔട്ട്ഫ്ലോസ് അല്ലെങ്കിൽ അഡീഷണലി വരുന്ന ഇൻഫ്ലോസ്, ഇതിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ഇൻക്രിമെന്റൽ അപ്രോച്ച് എന്ന് പറയാം. അതായത് ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നതിലൂടെ, അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എക്സ്ട്രാ ചെലവാവുന്നതും എക്സ്ട്രാ ആയിട്ട് ഇൻഫ്ലോ വരുന്നതും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആ പ്രൊജക്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ഇൻക്രിമെന്റൽ അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ, ഇൻക്രിമെന്റൽ വാല്യൂസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ഇൻക്രിമെന്റൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരുന്ന പേയ്മെന്റ്സും എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരുന്ന ഇൻഫ്ലോസും, ഇതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഇൻക്രിമെന്റൽ അപ്രോച്ചിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ഡിഫറൻഷ്യൽ അപ്രോച്ചിലോ നമ്മളുടെ മുന്നിൽ രണ്ട് പ്രോജക്ട്സ് ഉണ്ട്. ഈ ഒരു ഫിനാൻസ് മാനേജറിന്റെ മുന്നിൽ രണ്ട് പ്രോജക്ട്സ് ഉണ്ട്. സോ രണ്ട് പ്രോജക്ട്സിന്റെയും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കൺസിഡർ ചെയ്തിട്ട് ഇതിന്റെ ഡിഫറൻസ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഡിഫറൻഷ്യൽ അപ്രോച്ച് എന്ന് പറയാ. ലെറ്റ്സ് സേ രണ്ട് പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ഏത് ചൂസ് ചെയ്യണം. ഓക്കെ, അതിന്റെ രണ്ടിന്റെയും ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും നമ്മൾ ഡിഫറൻസ് നോക്കിയിട്ട് ഏത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനാണ് എന്ത് പറയാ, ഡിഫറൻഷ്യൽ അപ്രോച്ച് എന്ന് പറയാം. ഈ രണ്ട് അപ്രോച്ചസ് ആണ് നമുക്ക് ഈ ഒരു സെഷൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ?
അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്? നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ഇസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ലൈക്ക് പ്ലാൻഡ് ആവാം, പ്രൊഡക്റ്റ് ലൈൻസ് ആവാം, എക്വിസിഷൻസ് ആവാം, വിച്ച് പ്രൊജക്ട് ഇൻക്രീസസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? ടു സെലക്ട് പ്രോജക്ട്സ് ദാറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ്സ്. നമുക്കറിയാം ഒരു കമ്പനീൻ്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഒരു പുതിയ പ്രൊഡക്റ്റ് തുടങ്ങണോ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഏത് ഓപ്ഷനിലാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇത് തീരുമാനിക്കണം. ഓക്കെ, ഇതിനെയാണ് നമ്മൾക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിന്റെ അകത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ടൂൾസ് ഇതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നല്ലൊരു ഫണ്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കമ്പനിക്ക് ഉണ്ടാവുക എന്നുള്ളത് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ടൂൾസ്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, ഇതിന്റെ ഫോക്കസ് എങ്ങനെയാ? ഇതിന്റെ ഫോക്കസ് ഈസ് ബേസ്ഡ് ഓൺ നെറ്റ് ക്യാഷ് ഫ്ലോസ്, നോട്ട് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകത്തിന്റെ ബേസിലല്ല നമ്മൾ ഇതിന്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്, ക്യാഷ് ഫ്ലോസിന്റെ ബേസിലാണ്. എന്തുകൊണ്ടാണ് നെറ്റ് ഇൻകത്തിന്റെ ബേസിലല്ല എന്ന് ഉദ്ദേശിച്ചത്? അതിന്റെ കാരണം നെറ്റ് ഇൻകത്തിന്റെ അകത്ത് ഒരുപാട് നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. ലെറ്റ്സ് സേ നെറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഡിപ്രീസിയേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. എക്സ്പെൻസിന്റെ അകത്ത് ഡിപ്രീസിയേഷൻ ഒക്കെ ആഡ് ചെയ്യുന്നില്ലേ? അപ്പൊ അങ്ങനത്തെ ഡിപ്രീസിയേഷൻ പോലത്തെ ഉള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? ക്യാഷിന്റെ ഫ്ലോ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നോ, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയോ, ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോന്റെ ബേസിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, നെറ്റ് ഇൻകത്തിന്റെ ബേസിലല്ല. ആദ്യമേ ആലോചിച്ച് വെക്കുക, നെറ്റ് ഇൻകം നമുക്ക് വേണ്ട. ക്വസ്റ്റ്യൻ്റെ അത് ചിലപ്പോൾ തരും, നെറ്റ് ഇൻകം തരും, പക്ഷെ നമുക്ക് നെറ്റ് ഇൻകം അല്ല വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ആണ് വേണ്ടത്. നമ്മൾക്ക് ഇൻകമിങ് ആയിട്ട് വരുന്ന, ഇൻഫ്ലോ ആയിട്ട് വരുന്ന ക്യാഷും ഔട്ട്ഫ്ലോ ആയിട്ട് വരുന്ന ക്യാഷും മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, നെറ്റ് ഇൻകം അല്ല. ഓക്കെ, ഇപ്പോഴേ മൈൻഡിൽ അത് വെച്ചോ. ഈ സെക്ഷനിൽ നമുക്ക് നെറ്റ് ഇൻകം വേണ്ട, ഓൺലി ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഇനി അപ്രോച്ച് നമ്മൾ പറഞ്ഞു ഇൻക്രിമെന്റൽ അപ്രോച്ച്. ഇൻക്രിമെന്റൽ അഡീഷണൽ ആയിട്ട് വരുന്നത് അല്ലെ, കൺസിഡേഴ്സ് ഓൺലി അഡീഷണൽ ക്യാഷ് ഫ്ലോസ് ഫ്രം എ പ്രോജക്റ്റ്. അഡീഷണൽ ആയിട്ട് ആ ഒരു പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ കമ്പനിയിലേക്ക് വരുന്ന ഇൻഫ്ലോസോ ഔട്ട്ഫ്ലോസോ ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺസിഡർ ചെയ്യുക. ഡിഫറൻഷ്യൽ അപ്രോച്ച്, രണ്ട് പ്രൊജക്ട്സിലും ഡിഫറൻഷ്യൽ ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ലെറ്റ്സ് സേ പ്രൊജക്ട് എ ഉണ്ട്, പ്രൊജക്ട് ബി ഉണ്ട്, ഇതിൽ ഡിഫറൻഷ്യൽ ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. രണ്ട് പ്രൊജക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ, അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏത് പ്രൊജക്ട് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് ഏത് ഡിഫറൻഷ്യൽ അപ്രോച്ചിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊരു കാര്യം പഠിക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ അതിൻ്റെ കുറച്ച് ടേംസ് ഉണ്ടാവും. ആ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടേംസ്, ഇതിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതുതായിട്ട് കേൾക്കാൻ വേണ്ടി പോകുന്ന ടേംസ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റി ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്, നാളെ ഞാൻ ഈ ടേം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഓ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമേ ടേംസ് പഠിച്ചാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഈ ഒരു സെക്ഷനെ പറ്റി പഠിക്കുമ്പോൾ ഒരു ക്ലാരിറ്റിയോടെ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്. ടാക്സ് അടച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് എന്തൊക്കെ ഉണ്ടാവും? ഔട്ട്ഫ്ലോസ് ഉണ്ടാവും, ബിസിനസിന്റെ അടുത്തൊന്നും പൈസ പോകുന്നത് എക്സ്പെൻസ് ആയിട്ട് പോകുന്ന ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും, ഇൻഫ്ലോസ് ഉണ്ടാവും. ഇവരുടെ ഡിഫറൻസ് ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ടാക്സ് അടച്ചതിന് ശേഷം, ലെറ്റ്സ് സേ നമ്മൾക്ക് ഒരു 10 ഔട്ട്ഫ്ലോ ഉണ്ട്, 15 ഇൻഫ്ലോ ഉണ്ട്. അപ്പം നമുക്ക് ടോട്ടലായിട്ട് നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ്? ഇൻഫ്ലോ 5 ആണ്. ഈ 5ൽ നിന്നും ടാക്സ് അടച്ചതിന് ശേഷം നമ്മൾക്ക് വരുന്ന നമ്മളുടെ കൈമിലുള്ള എമൗണ്ട്, അതിനാണ് എന്ത് പറയുക? ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്. അപ്പം ഞാൻ ജസ്റ്റ് ഔട്ട്ഫ്ലോ ഇൻഫ്ലോ എന്ന് മാത്രമാണ് പറഞ്ഞത്, അതിൻ്റെ അകത്തും ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഔട്ട്ഫ്ലോൻ്റെ അകത്തും ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്, ഇൻഫ്ലോൻ്റെ അകത്തും ഓരോ ഐറ്റംസ് ഉണ്ട്, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് മൈനസ് ഔട്ട്ഫ്ലോസ്. ഞാൻ പറഞ്ഞതുപോലെ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും, പുറത്തേക്ക് ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ക്യാഷ് ഉണ്ടാവും, ദെൻ അതിൽ നിന്നും ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷ് ഉണ്ടാവും, അതാണ്
ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ചെയ്താൽ ബാക്കി നമ്മളുടെ അടുത്തുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്താ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ പഠിക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ആഫ്റ്റർ ടാക്സ് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് കിട്ടുക. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് നമ്മൾക്ക് വരുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ കൂടെ എത്ര ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആലോചിച്ച് നോക്ക്, നമ്മളുടെ കയ്യിൽ നിന്നും പോവാത്ത നോൺ ക്യാഷ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആഡ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എത്ര ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡിലൂടെ പറയുന്നത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വരുന്ന സ്ലൈഡ്സിൽ വരുന്നുണ്ട്, പേടിക്കേണ്ട. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആഡ് ആവുമ്പോൾ അവിടെ ടാക്സബിൾ ഇൻകം കുറയല്ലോ. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് അവിടെ ആഡ് ചെയ്യുന്നതിലൂടെ ടാക്സ് നമുക്ക് എത്ര സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അവോയ്ഡബിൾ കോസ്റ്റ്. പേര് പോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോസ്റ്റ്. ഒരു പ്രൊജക്റ്റ് ലെറ്റ്സ് സേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോസ്റ്റ്. ഓക്കെ, എ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ നോട്ട് ഇൻവെസ്റ്റിംഗ്. ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലോ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോസ്റ്റ്, അതിനാണ് നമ്മൾ അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ് ആണ് അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ കമ്മിറ്റഡ് കോസ്റ്റ്. നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, നമ്മൾ പറയില്ലേ ജിം എന്നൊക്കെ പറയുന്നത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്, അങ്ങനെയൊക്കെ പറയാറില്ലേ. അതുപോലെ നമ്മൾ കമ്മിറ്റ് ചെയ്ത കോസ്റ്റ്, ബിസിനസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം ലൈക്ക് കോൺട്രാക്ട് സൈൻഡ്, നമ്മൾ കോൺട്രാക്റ്റിൽ ഒപ്പിട്ട് കഴിഞ്ഞു, നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ വരുന്ന കോസ്റ്റുകൾ നോട്ട് റെലവെന്റ്. കാരണം നമ്മളുടെ കറന്റ് ഡിസിഷൻസിനെ നമുക്ക് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. വൺസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. സോ നമുക്കത് ഇറലവൻ്റ് ആണ്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് വരുന്ന കോസ്റ്റ് ആലോചിച്ച് നോക്കുക. ഒരു കമ്പനി എങ്ങനെയൊക്കെയാണ് അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുക? ഒന്നില്ലെങ്കിൽ അത് ഡെപ്റ്റ് ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇക്വിറ്റി ത്രൂ ആയിരിക്കും. ഡെപ്റ്റ് ത്രൂ എങ്ങനെ? നമുക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. ഇക്വിറ്റി ത്രൂ എങ്ങനെ? ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് കമ്പനീസ് അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുക. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഒരു ഡെപ്റ്റ് കമ്പനി എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ലോൺ മേടിച്ചിട്ടാണ് കമ്പനി അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് അവിടെ വരുന്ന കോസ്റ്റ് എന്താ? ആ ലോൺ എടുത്തില്ലേ, ആ ലോണിന് കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ? സോ അതാണ് ഡെപ്റ്റിന്റെ കോസ്റ്റ്. ഓക്കെ, സോ അങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ ഇവിടെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ വരുന്ന ഒരു എക്സ്പെൻസ് ആണോ, ടാക്സ് അടച്ചതിന് ശേഷം വരുന്ന ഒരു എക്സ്പെൻസ് ആണോ? ടാക്സ് അടയ്ക്കുന്നത് മുന്നേ ആണല്ലേ. അതുകൊണ്ടാണ് ഡെപ്റ്റിൻ്റെത് ആഫ്റ്റർ ടാക്സ് കാണുന്നത്. നമ്മൾ ഡെപ്റ്റിൻ്റെ ആഫ്റ്റർ ടാക്സ് കാണുന്നത് കാരണം ഡെപ്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പനി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റിന്റെ മേലെ നമ്മൾ ടാക്സ് അടച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇക്വിറ്റിന്റെ കേസിൽ ഞാൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് മാത്രമാണ് പറഞ്ഞത്. കാരണം എന്താ? ഇക്വിറ്റിയിലേക്ക് വരുന്ന കോസ്റ്റ് എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എല്ലാ വർഷവും എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഈ ഡിവിഡൻഡ് ആണ് അവരുടെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ത്രൂ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ വരുന്ന കോസ്റ്റ് എന്താണ്? ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് ആണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ട കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിവിഡൻഡ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്നും, അതായത് ടാക്സ് അടച്ച് കിട്ടുന്ന നെറ്റ് ഇൻകം എങ്ങോട്ടാണ് പോവുക? ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള നെറ്റ് ഇൻകം ബാലൻസ് ഷീറ്റിലെ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്കാണ് ആഡ് ആയി പോവുക. ആ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്നുമാണ് പിന്നെ ഡിവിഡൻഡ് പോവുക, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക നമ്മൾ അല്ലേ. അപ്പൊ ആലോചിക്കുക, ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള നെറ്റ് ഇൻകം ആണ് ട്രാൻസ്ഫർ ആവുന്നത്. ആ നെറ്റ് ഇൻകത്തിന്റെ ഒരു പോർഷനാണ് എങ്ങോട്ട് പോകുന്നത്? ഡിവിഡൻഡ് ആയിട്ട് പോകുന്നത്. സോ ഓൾറെഡി ടാക്സ് അടച്ചതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആഫ്റ്റർ ടാക്സ് എന്ന് പറയാത്തത്, വെറും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് ഇവിടെ പറഞ്ഞത്. ഓക്കെ,
ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ ബിന്റെ അകത്ത് പഠിക്കും. CMA USA പാർട്ട് 2 സെക്ഷൻ ബിന്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കും. ഇനി ഡിഫറൻഷ്യൽ ക്യാഷ് ഫ്ലോസ്, ഡിഫറൻസ് ഇൻ ക്യാഷ് ഫ്ലോസ് ബിറ്റ്വീൻ ടു ആൾട്ടർനേറ്റീവ്സ്. ഞാൻ പറഞ്ഞു 2 പ്രൊജക്ട്സ് എടുക്കുമ്പോൾ ആ 2 പ്രൊജക്ട്സിലും ഡിഫറൻഷ്യൽ ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. റെലവൻറ്റ് ഫോർ കമ്പയറിങ്, 2 പ്രൊജക്ട്സ് തരുമ്പോൾ അവർ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് റെലവൻ്റ് ആണ് ഡിഫറൻഷ്യൽ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഇനി അടുത്തത് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ ഒരു പണി എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഇൻക്വയർ ചെയ്യേണ്ടി വരുന്ന കോസ്റ്റ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഫാക്ടറി റെന്റിനെടുത്തു, നമ്മളവിടെ ഒരു പണിയും ചെയ്യുന്നില്ല. ഓക്കെ, ഫാക്ടറി ഒന്നും നമ്മൾ റെന്റ് ചെയ്യുന്നില്ല, ആ ഫാക്ടറി അവിടെ റെന്റിന് എടുത്തു വെച്ചു. ഓക്കെ, ആലോചിച്ച് നോക്കിയേ, 1-ാം തീയതി ആകുമ്പോൾ ഓണർ വിളിക്കുമല്ലോ റെന്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻസ് നടത്തിയിട്ടില്ലെങ്കിലും നമ്മൾ അവിടെ ഇൻക്വയർ ചെയ്യേണ്ടി വരുന്ന കോസ്റ്റ് ഉണ്ട്. അതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലെറ്റ്സ് സേ നമ്മൾ ഒരു ഫാക്ടറി എടുത്തു, ആ ഫാക്ടറിക്ക് റെൻ്റായിട്ട് $500 ആണ് മന്ത്ലി റെൻ്റ് ഉള്ളത്. ഓക്കെ, ആ ഫാക്ടറിയിൽ 1000 യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ എല്ലാ മാസവും എത്ര റെന്റ് കൊടുക്കണം? 500 തന്നെ കൊടുക്കണ്ടേ? അപ് ടു റെലവൻറ്റ് റേഞ്ച് വരെ അല്ലേ? 1000 യൂണിറ്റ് ആണ് ഇവിടെ റെലവൻറ്റ് റേഞ്ച്. 0 മുതൽ 1000 യൂണിറ്റ് വരെയിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ ഈ റെന്റ് തന്നെ കൊടുക്കണം. ഇതിന്റെ മേലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു എക്സ്ട്രാ സ്പേസും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റെന്റ് ചെയ്യേണ്ടി വരും അല്ലേ? നമ്മൾ ഒരു എക്സ്ട്രാ സ്പേസും കൂടിയും റെന്റിന് മേടിക്കേണ്ടി വരും അല്ലേ? കാരണം എന്താ? 1000 യൂണിറ്റ് വരെ ഈ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ 1000 യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ഫാക്ടറി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 500 രൂപ റെന്റ് കൊടുക്കണം. അത് എത്ര യൂണിറ്റ് ആയിക്കോട്ടെ, 1000ന്റെ അകത്ത് എത്ര യൂണിറ്റ് ആയിക്കോട്ടെ, ഈ 500 ഒരു ചേഞ്ചും ഉണ്ടാവില്ല, ഫിക്സഡ് ആയിട്ടിരിക്കും. ഇതിനാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ, ഡിഗ്രിക്കും പ്ലസ് ടുവിനൊക്കെ പഠിച്ചതല്ലേ ഫിക്സഡ് കോസ്റ്റ് എന്താന്ന്. ഇനി ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ്. ഇൻക്രിമെന്റൽ, അഡീഷണൽ. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ്, അഡീഷണൽ ക്യാഷ് ഫ്ലോസ് ഓർ ക്യാഷ് ഇൻഫ്ലോസ് ഓർ ഔട്ട്ഫ്ലോസ് റിസൾട്ടിങ് ഫ്രം ചൂസിങ് ആൻ ആക്ടിവിറ്റി. അഡീഷണൽ ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ്. ഓക്കെ, റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ നിന്നും അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന ഇൻഫ്ലോസ്, അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന ഔട്ട്ഫ്ലോസ്, ഇതൊക്കെ എന്താണ്? റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗിലെ റെലവൻറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത് അറിയില്ല എന്ന് ആരും പറയരുത്, +2 മുതൽ പഠിച്ചു വരുന്ന കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ബെനിഫിറ്റ് ലോസ്റ്റ് ഫ്രം നോട്ട് ചൂസിങ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഫൊർഗോ ചെയ്യുന്ന വേറൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഇൻകം കിട്ടിയിരുന്നു. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഫൊർഗോ ചെയ്യുന്ന ബെനിഫിറ്റ്സ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, +2 മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ റെലവൻ്റ് ആണ്, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് റെലവൻ്റ് ആണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പുറത്ത് നമ്മൾ കുറെ ഓപ്ഷൻസ് ഫൊർഗോ ചെയ്തിട്ടുണ്ടാവും, അതിന് വരുന്ന കോസ്റ്റ്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വിച്ച് ഈസ് റെലവൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇനി റെലവൻറ്റ് കോസ്റ്റ്. ഇത്രയും നേരം ഞാൻ റെലവൻറ്റ് എന്ന് പറഞ്ഞു. എന്താണ് റെലവൻറ്റ് കോസ്റ്റ്? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ദാറ്റ് ഡിഫർ ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ്സ്. 2 പ്രൊജക്ട് എടുക്കുമ്പോൾ അതിൽ നിന്നും ഡിഫറൻസ് വരുന്ന കോസ്റ്റ്, അവർ ഡിഫർ ചെയ്യുന്ന കോസ്റ്റ്, രണ്ടിലും ഒരേപോലെ വരുന്ന കോസ്റ്റ് നമ്മളെ സംബന്ധിച്ച് റെലവൻ്റ് ആണോ? അല്ല, റെലവൻ്റ് അല്ല. രണ്ടിലും ഒരേപോലെ കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റ് ഇവിടെ റെലവൻ്റ് അല്ല. രണ്ടിലും ഡിഫറൻസ് വരുന്ന കോസ്റ്റ്. ഒരു പ്രൊജക്ട് എടുക്കുന്നതിലൂടെ അഡീഷണലി എനിക്ക് ചെലവാകുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ 2 പ്രൊജക്ട്സിലും ഡിഫറൻസ് വരുന്ന കോസ്റ്റുകൾ, ഇത് മാത്രമേ ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ളൂ. ഇറ്റ് മേ ബി ഇൻക്രിമെന്റൽ ഓർ ഡിഫറൻഷ്യൽ. ഒന്നെങ്കിൽ ഇൻക്രിമെന്റൽ ആവാം, അഡീഷണലി എനിക്ക് വരുന്ന കോസ്റ്റുകളാവാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആവാം, 2 പ്രൊജക്ട്സിൽ നമ്മൾ ഡിഫറൻസ് വരുന്ന കോസ്റ്റുകളാവാം. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ റെലവൻറ്റ് കോസ്റ്റുകളാണ്. 2 പ്രൊജക്ട്സ് എടുക്കുമ്പോൾ അതിൽ രണ്ടിലും ഒരേപോലെ വരുന്ന കോസ്റ്റുകൾ നമുക്ക് റെലവൻ്റ് അല്ല, രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകളാണ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ സങ്ക് കോസ്റ്റ്. എന്താണ്? പണ്ട് നമ്മൾ ഇൻക്വയർ ചെയ്ത കോസ്റ്റ് ആണ്, പണ്ട് നമ്മളേന്നും ചെലവായ കോസ്റ്റ് ആണ്. അതിനെപ്പറ്റി ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ എടുക്കേണ്ട ഡിസിഷൻസിനെ ആ കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആ ഒരു കോസ്റ്റ് അവിടെ നമ്മൾ ഇൻക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അതിനെ മാറ്റാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ് ഈസ് നെവർ
എ റെലവൻറ്റ് കോസ്റ്റ്. ഇറ്റ് ഈസ് നെവർ റെലവൻറ്റ് ടു ഡിസിഷൻ മേക്കിംഗ്. സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എവിടെ സങ്ക് കോസ്റ്റ് ഉണ്ടായാലും കട്ട് ചെയ്തോ, വേണ്ട, നമുക്കത് വേണ്ട, ഡിസിഷൻ എടുക്കാൻ സങ്ക് കോസ്റ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോസ് ആൻഡ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ നെറ്റ് ഇൻകം അല്ല എടുക്കുക, ടാക്സ് അടച്ച് കിട്ടുന്ന നെറ്റ് ഇൻകം അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. നമ്മളിവിടെ കൺസിഡർ ചെയ്യുക ക്യാഷ് ഫ്ലോസ് ആണ്, ക്യാഷ് ഫ്ലോസ് ആണ്. സോ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽക്കുലേറ്റഡ് യൂസിങ് എക്രൂവൽ അക്കൗണ്ടിങ്. അതായത് ഇന്ന് നമ്മളൊരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം അവിടെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഇത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നില്ല. അവിടെ ഒരു എക്സ്പെൻസ് ഉണ്ടായിട്ടോ അത് റെക്കോർഡ് ചെയ്തു. നമുക്കൊരു ഇൻകം വന്നു, കൈമലേക്ക് പൈസ വരുമോ നമ്മൾ നോക്കുന്നില്ല, ഇൻകം വന്നു, നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തു. ഓക്കെ, സോ ഇത് ഇൻക്ലൂഡ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇൻക്ലൂഡ് നോൺ ക്യാഷ് ഐറ്റംസ്, ഡിപ്രീസിയേഷൻ പോലെയുള്ള, അക്രൂഡ് ഇൻകം പോലെയുള്ള, അക്രൂഡ് എക്സ്പെൻസ് പോലെയുള്ള കാര്യങ്ങൾ, നോൺ ക്യാഷ് ഐറ്റംസ് അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യാത്തത്. ഓക്കെ, ഇനി ക്യാഷ് ഫ്ലോസ് നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ ആണ് യൂസ് ചെയ്യുക. മെഷേഴ്സ് ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു പീരീഡിനകത്ത് ആക്ച്വലി ബിസിനസ്സിലേക്ക് എത്ര പൈസ വന്നു, ആക്ച്വലി ബിസിനസ് എത്ര പൈസ പോയി, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അത്. ഇനി ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ നിന്നോ ഡയറക്റ്റ്ലി പോകുന്ന പൈസയല്ല. അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അങ്ങനെ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ടാക്സബിൾ ഇൻകം അവിടെ കുറയും. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് ഐറ്റം വരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ടാക്സബിൾ ഇൻകം കുറയാണ്. അങ്ങനെ ടാക്സബിൾ ഇൻകം കുറയുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ടാക്സും അവിടെ കുറയാണ്. സോ നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് ഐറ്റം വരുന്നതിലൂടെ നമുക്ക് അവിടെ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? ആലോചിച്ച് നോക്ക്, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. അതിന്റെ പേരെന്താ? ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഡിപ്രീസിയേഷൻ ടാക്സ് ഷീൽഡ്. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഡിസിഷൻസ് യൂസ് എക്സ്പെക്റ്റഡ് ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് ആണ് വേണ്ടത് അല്ലേ? നോട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ക്യാഷ് ഫ്ലോസ് റിഫ്ലക്ട് ട്രൂ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് എ പ്രൊജക്ട്. ഓക്കെ, സോ ഒരിക്കലും നമ്മൾ എന്ത് പാടില്ല? നമ്മൾ നെറ്റ് ഇൻകം തരും, ക്വസ്റ്റ്യൻ്റെ അകത്ത് തരും, നെറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു കോളം തരും, നമ്മളത് കൺസിഡർ ചെയ്യണ്ട. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ? ടാക്സ് അടച്ചിട്ടുള്ള ക്യാഷ് ഫ്ലോ, അത് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആണോ?